ദിവസങ്ങൾക്ക് മുമ്പാണ് അറിവിൻ നിലാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആത്മീയ ചൂഷണ പ്രോഗ്രാം ആരംഭിക്കുന്നത്. അത് ആരംഭിച്ച അന്ന് മുതൽക്ക് തന്നെ നമ്മൾ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യം, ഇത് ആത്മീയ ചൂഷണമാണ്, ജനങ്ങളെ ഇത് തട്ടിപ്പാണ്, ഇത് മതവിരുദ്ധമാണ്, അള്ളാഹുവിൻ്റെ ദീനിന് നിരക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിലുണ്ട് എന്ന് ഇതിൻ്റെ പിറകിൽ കൂടിയ ആളുകൾക്ക് വളരെ ഗുണകാംക്ഷയോടുകൂടെ വെറുതെ ഒരാശയം. എന്താണ് സംഭവിച്ചത്? അന്ന് നമ്മളിത് പറഞ്ഞപ്പോൾ സമസ്തക്കാരുടെ കൂട്ടത്തിൽ, അതല്ലെങ്കിൽ സമസ്തക്കാർ തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഇതിനെ വിമർശിക്കുന്നവർ, അതല്ലെങ്കിൽ സലഫികൾ, അവർക്ക് സ്വലാത്തിനോട് വിരോധമാണ്. അതുപോലെ തന്നെ ഓക്കെ മതി, ഇത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലേ? സലഫികൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി യാതൊരു രക്ഷയുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന്. ഞാൻ അറിവിൻ നിലാവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് ഭീഷണി സ്വരത്തിലുള്ള കമൻറ്റുകളായിരുന്നു. അറിവിൻ നിലാവിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ കുറേ കാലമായിട്ട് അറിവിൻ നിലാവിൻ്റെ പ്രേക്ഷകനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിൽ നിന്നും ഒരു തെറ്റും നമ്മളായിട്ട് കണ്ടിട്ടില്ല. ഉസ്താദ് നടത്തി വരുന്നത് സലാത്തും ദിക്റും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഉസ്താദിന്റെ കൂടെ സലാത്തും ദിക്റും ചൊല്ലി ഇങ്ങനെ പോകുന്നു. നിലമ്പൂർ സോൺ കമ്മിറ്റി ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കുമ്പോൾ അത് ഉസ്താദുമായി ചർച്ച ചെയ്ത് ദീനിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിപ്പോൾ ഉസ്താദിനെ സലഫികൾ എറിഞ്ഞു കളിക്കുക, ഇതിപ്പോ സ്വയം നാറ്റിക്കുന്നത് പോലെ ആയിപ്പോയി. ദീനിന് നിരക്കാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദിന് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ നാറ്റിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഇത് നമുക്ക് പറഞ്ഞ കാര്യമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് വളരെ ഭദ്രമായി രഹസ്യമായി ചർച്ച ചെയ്യേണ്ട ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഉസ്താദിന് നാറ്റിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചിലർ പറയും ഇതൊക്കെ പറയാൻ താൻ ആരാണെന്നൊക്കെ. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, എവിടെയോ നിന്നുകൊണ്ട് ഉസ്താദിന്റെ മജ്ലിസിലെ ഒരു പങ്കാളിയാണ് ഞാൻ. ഉസ്താദ് നമ്മുടെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുന്നത് സലാത്തും ദിക്റും മാത്രമാണ്. ഇതൊന്നുമല്ലാതെ ഉസ്താദ് ദീനിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ, അതും 10,000 കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലജ്ജയാണ് തോന്നുന്നത്. നമുക്ക് വളരെ സുതാര്യമായി ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം ചർച്ച ചെയ്ത് നമുക്കൊരു ധാരണയിൽ എത്തുന്നതിന് പകരം ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിപ്പോ ഈ വീഡിയോക്കും ഭീഷണിയുടെ സ്വരത്തിൽ കമന്റുകൾ വരാം. ഞാനൊന്ന് പറയട്ടെ, ഞാനും AP-കാരൻ തന്നെയാണ്. ഉസ്താദ് പറയട്ടെ എന്നാൽ നമ്മുടെ ഉസ്താദ് പറയട്ടെ, നമ്മളൊക്കെ നിർത്താം. സഫ്വാൻ സഖാഫിയും മജ്ലിസേ നിർത്തും ഉസ്താദ് പറഞ്ഞാൽ. സാധാരണ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം. അതേ സ്ഥാനത്ത് തെമ്മാടിത്തരം കാണിക്കുന്നവർക്ക് യാതൊരു ആരോപണവും ഉണ്ടാവില്ല. ഒരു തെമ്മാടിയെ തെമ്മാടിയാണെന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അതേ സ്ഥാനത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് എപ്പോഴും വിമർശനങ്ങളും കുത്തുവാക്കുകളും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അത്രയും നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നതുമുള്ളൂ. ഉസ്താദിന് ഈ വിമർശനം വന്നതോടുകൂടി ഉസ്താദിന്റെ ഫോളോവേഴ്സ് കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ട് നമ്മൾ കാണുന്നതുമില്ല. ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ സുതാര്യമായി ചർച്ച ചെയ്ത് അതൊരു നല്ലൊരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുന്നത് ശരിയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉസ്താദ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഷെയ്ഖുന AP ഉസ്താദ് എന്തു പറയുന്നുവോ അത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്നും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റിയ പണിയാണോ ഇതൊക്കെ? തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ചെയ്തത് വളരെ മോശമായി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോ സോഷ്യൽ മീഡിയ ആകെ നാറ്റിച്ച സ്ഥിതിക്ക് ഇതിനൊരു മറുപടി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.